നമസ്കാരം, ഞാൻ ഡോക്ടർ കീർത്തി സുരേഷ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമൺ ആയിട്ട് ബ്ലീഡിങ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കാനിൽ സംശയം ചോദിക്കാനോ ഒക്കെ ആയിട്ട് വരുന്നവര് നമ്മളോട് ഡൗട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫൈബ്രോയിഡ്സിനെ പറ്റി. അതായത് ഗർഭാശയത്തിലുള്ള മുഴകളെയാണ് നമ്മൾ യൂഷ്വലി ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഫൈബ്രോയിഡ്സിനെ പറ്റി കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു 10 ക്വസ്റ്റ്യൻസും അതിന്റെ റിപ്ലൈയും ആണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഫൈബ്രോയിഡ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി ആൾക്കാർ വേറെ എന്തെങ്കിലും വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒന്നിൽ സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിട്ട് എന്താണ് നമുക്ക് ബ്ലീഡിങ്ങിന്റെ കാരണം, രക്തം കുറഞ്ഞു പോയതിന്റെ കാരണം എന്താണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ പല പല ടെസ്റ്റുകൾ ചെയ്ത് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്ന സംഗതി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടുമായിട്ട് വരുന്നവരാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത് എന്താണ് ഫൈബ്രോയിഡ്സ്. അപ്പൊ ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന്റെ മസിലിൽ നിന്ന് വരുന്ന ഒരു തരം മുഴയാണ്. അപ്പൊ മുഴകളെന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവരും വിചാരിക്കും അയ്യോ മുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആണോ, കാരണം പല വിധത്തിലുള്ള മുഴകൾ ക്യാൻസർ ആണ് എന്നുള്ള ധാരണ നമുക്കുണ്ട്. പക്ഷേ ഫൈബ്രോയിഡ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ക്യാൻസറസ് ആയിട്ടുള്ള ഒരു മുഴയല്ല, അധികം ക്യാൻസറസ് ആവാൻ ചാൻസും ഉള്ള മുഴയല്ല. 99% കേസിലും ഒരു ക്യാൻസർ ആയി മാറാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത ഒരു തരം മുഴകളാണ് ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോ 1% താഴെയാണ് ശരിക്കും ഈ ഫൈബ്രോയിഡ്സ് ഇരുന്ന് പിന്നെ അത് ക്യാൻസർ ആയിട്ട് മാറാൻ സാധ്യതയുള്ളത്. അത് പെട്ടെന്ന് സൈസ് കൂടുക അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളുള്ളവർക്ക് മാത്രമേ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. അത് വളരെ വളരെ റയറാണ്. പക്ഷേ ഇതുകൊണ്ട് ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനായിട്ട് ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരെ നിസ്സാരക്കാരനല്ല ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. ഫൈബ്രോയിഡ്സ് കോമൺ ആയിട്ട് നമ്മുടെ അടുത്ത് വരുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 മുതൽ ഒരു 45 വയസ്സിന് ഇടയ്ക്കുള്ളവരായിരിക്കും. അതിനൊരു കാരണമുണ്ട്. കാരണം ഇത് പ്രധാനമായിട്ടും ഹോർമോൺ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന ഒരു തരം മുഴയാണ് ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത്. അതായത് മാസക്കുളി തുടങ്ങി കഴിയുമ്പോഴായിരിക്കുമല്ലോ ഹോർമോൺസ് ഒക്കെ ആക്റ്റീവായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയും. ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് പൊതുവെ ഇത് വരുന്നത്. മാസക്കുളി നിന്ന് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ഹോർമോൺസ് കുറയാനും പിന്നെ ഇത് വളരാനുള്ള സാധ്യതയൊക്കെ നമുക്ക് കുറഞ്ഞാ വരുന്നത്. പിന്നെ പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫൈബ്രോയിഡ് വന്നത്, ഫൈബ്രോയിഡ്സ് വരാനായിട്ട് ഞാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തുകൊണ്ടാണോ, എന്തെങ്കിലും പ്രത്യേകിച്ച് മെഡിസിൻസ് ഒക്കെ എടുത്തുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് എനിക്ക് ഫൈബ്രോയിഡ്സ് വന്നത് പലരും ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് ഇന്നത് കൊണ്ട് നേരെ ഫൈബ്രോയിഡ് വരുന്നു എന്നുള്ള ഒരു കാര്യം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഇന്ന ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫൈബ്രോയിഡ്സ് വരാൻ സാധാരണ ആൾക്കാരെ കാട്ടിയും കുറച്ചുകൂടി ഒരു ചാൻസ് കൂടുതലായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമാണ്. അതായത് നമ്മുടെ ബ്ലഡ് റിലേഷനിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും അമ്മയുടെ സൈഡിൽ നിന്നോ അച്ഛന്റെ സൈഡിൽ നിന്നോ സ്ത്രീകളുടെ ആർക്കെങ്കിലും ഫൈബ്രോയിഡ്സ് ഉണ്ട് എങ്കിൽ നമുക്കും ഫൈബ്രോയിഡ്സ് വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്. നമ്മൾ ജനറ്റിക് ഫാക്ടർ എന്ന് പറയും. പിന്നെ കോമൺ ആയിട്ട് ഫൈബ്രോയിഡ്സ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തടി കൂടുതലുള്ളവരിലാണ്. നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് അഥവാ BMI എന്ന് പറയുമല്ലോ. BMI ഒത്തിരി ഹൈ ആയിട്ടുള്ളവരിൽ പൊതുവെ ഹോർമോൺസും കൂടുതലാണ്. ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണാണ് പ്രധാനമായിട്ട് ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് അവരിൽ കൂടുതലായതുകൊണ്ട് തന്നെ ഫൈബ്രോയിഡ്സും കോമൺ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആഹാര കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും റെഡ് മീറ്റ്, നമ്മൾ മട്ടൺ, ബീഫ് അതൊക്കെയാണ് നമ്മുടെ റെഡ് മീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളിൽ കഴിക്കുന്നവരിൽ കൂടുതലായിട്ട് ഈ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. അതുപോലെ തന്നെ എക്സസൈസ് കുറവുള്ളവരിൽ, അതായത് സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ഉള്ളവരാണ്, ഇരുന്ന് തന്നെയുള്ള ജോലിയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിലും പൊതുവേ ഇതുപോലെ ഫൈബ്രോയിഡ്സ് കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്കൊരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഇതൊന്നും ഇല്ലാത്തവർക്കും നമ്മൾ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന്റെ എക്സാക്ട് കാരണം ഇതുവരെയും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായിരിക്കും ഇതിന്റെ ലക്ഷണങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ഒരു റിലേഷനും ഇല്ലാത്ത ഒരു കാര്യം, അതായത് ചിലപ്പോൾ ഒരു വയറുവേദനയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടിനായിരിക്കും സ്കാൻ ചെയ്യുന്നത്. അപ്പോഴായിരിക്കും ഈ ഫൈബ്രോയിഡ് കണ്ടുപിടിക്കുന്നത്. ചില ആൾക്കാരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാവും. ബ്ലീഡിങ് അമിതമായിട്ടുണ്ടാവുമ്പോഴത്തേക്കും രക്തക്കുറവ് വരികയോ ഒക്കെ ചെയ്ത് നമ്മൾ അതിന്റെ ടെസ്റ്റുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് സ്കാൻ ചെയ്യുമ്പോൾ ഇതുപോലെ ഫൈബ്രോയിഡ്സ് കണ്ടുപിടിക്കാറുണ്ട്. ചിലർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ബ്ലീഡിങ്ങിന്റെ കൂടെ തന്നെ വയറുവേദന അസഹ്യമായിട്ട് വരും. നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയും, പീരിയഡ്സിന്റെ സമയത്തുള്ള വയറുവേദന. അപ്പൊ ആ രീതിയിലും നമുക്ക് ചിലപ്പോൾ ഫൈബ്രോയിഡ്സ് കണ്ടുപിടിക്കാറുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഇൻഫെർട്ടിലിറ്റി, അതായത് പ്രഗ്നൻസിക്ക് നമ്മൾ ട്രൈ ചെയ്യുന്നു പക്ഷെ സ്റ്റിൽ പ്രഗ്നൻസി ആവുന്നില്ല, അങ്ങനെയുള്ള കാര്യത്തിലും നമ്മൾ സ്കാനൊക്കെ ചെയ്ത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻസ്, അതായത് ഒത്തിരി ഗർഭം ഇങ്ങനെ അലസിപ്പൊക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുമ്പോഴായിരിക്കും ഫൈബ്രോയിഡ്സ് കണ്ടുപിടിക്കുന്നത്. പിന്നെ ചില ടൈപ്പുള്ള ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്രസിന്റെ താഴ്ഭാഗത്തായിരിക്കും, നമ്മൾ സെർവിക്സ് എന്ന് പറയുന്ന ആ ഭാഗത്തിനോട് ചേർന്നായിരിക്കും. അപ്പൊ അവിടെ ഫൈബ്രോയിഡ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്രസിന്റെ താഴ്ഭാഗമാണല്ലോ സെർവിക്സ്, അപ്പം അതിന്റെ മുന്നിലായിട്ടാണ് മൂത്രസഞ്ചി ഉള്ളത്, അതിന്റെ നേരെ പിന്നിലായിട്ടാണ് നമ്മുടെ കുടലൊക്കെ ഉള്ളത്. അപ്പോ ഈ ഫൈബ്രോയിഡ് അവിടെ ഇരുന്ന് സൈസ് വലുതാവുകയാണെങ്കിൽ നമുക്ക് മൂത്രസഞ്ചിയിൽ അത് പ്രസ് ചെയ്യാനും മൂത്രം കംപ്ലീറ്റ് ആയിട്ട് പോവാതിരിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകുന്നു പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നില്ല, യൂറിനേ പോവാത്ത അവസ്ഥയും ചിലരിൽ നമ്മൾ കാണാറുണ്ട്. ഇത് മുന്നിലേക്ക് വളരുമ്പോഴാണ്, ചിലപ്പോൾ പുറകിലേക്കായിരിക്കും ഇതിന്റെ വളർച്ച. അപ്പൊ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ കുടലിന്റെ ഭാഗത്തുള്ള മൂവ്മെന്റ് ഒക്കെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആവും. അപ്പോൾ മോഷൻ പോവാൻ ടൈറ്റ് ആവുന്നതും കോൺസ്റ്റിപ്പേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നതും ഒരു കാരണമാവും. അപ്പൊ ഈ രീതിയിലൊക്കെയാണ് പൊതുവേ നമ്മൾ ഫൈബ്രോയിഡ്സ് കാണാറുള്ളത്. ഇതൊന്നും അല്ലാതെയും ചിലപ്പോൾ വയറ് പെരുക്കം തോന്നുന്നു എന്നുള്ള രീതിയിൽ ആൾക്കാർ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കിടത്തി വയറ് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു മഴ പോലെ നമ്മൾ കാണും. നമ്മൾ സ്കാൻ ചെയ്തിട്ടായിരിക്കും അത് കൺഫേം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലും ആൾക്കാർ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇതുപോലെ പല രീതിയിലാണ് ഫൈബ്രോയിഡ്സ് നമ്മുടെ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഒരേ മുഴയായിട്ടും പല പല പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നത്? ചിലർക്കാണെങ്കിൽ പ്രശ്നമേ ഉണ്ടാവുന്നില്ല, ചെറിയൊരു ഫൈബ്രോയിഡ് അവിടെ ഇരിക്കുന്നു, നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നോക്കുമ്പോൾ അവിടെ കാണുന്നു, ഓക്കെ പിന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി എന്ന് പറയുന്നത് യൂഷ്വലി പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നു. ഇത് ഏത് തരത്തിലുള്ള ഫൈബ്രോയിഡ് ആണെന്നും എന്താണ് അതിന്റെ വലിപ്പമെന്നും ഏത് ഭാഗത്താണ് അത് ഇരിക്കുന്നതെന്നും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇതിന് എന്താണ് ലക്ഷണങ്ങൾ വരുന്നതെന്ന്. ഇപ്പൊ ഉദാഹരണത്തിന് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഫൈബ്രോയിഡുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയും. ഇൻട്രാമ്യൂറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലിനകത്തിരിക്കുന്നത്, അതായത് ഇത് യൂട്രസ് ആണെങ്കിൽ യൂട്രസിന്റെ ഭിത്തിക്ക് അകത്തിരിക്കുന്നതിനെയാണ് നമ്മൾ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കോമൺ ആയിട്ട് ബ്ലീഡിങ് കൂടുതൽ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. കാരണം ഇത് ഭിത്തിയിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ പീരീഡ് സമയത്തൊക്കെ നമുക്ക് യൂട്രസ് ചുരുങ്ങാനും ബ്ലീഡിങ് നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്ലീഡിങ് അമിതമായിട്ട് വന്ന് രക്തക്കുറവ് ഉണ്ടാക്കാൻ ഒരു കാരണം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസിനകത്തോട്ട്, അതായത് ഭിത്തിക്ക് അകത്തോട്ട് വളരുന്ന ടൈപ്പ് ഫൈബ്രോയിഡ് ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. ഇതും ഈ പറയുന്ന പോലെ യൂട്രസിന്റെ ആക്റ്റീവ് ഭാഗത്ത് ഇരിക്കുന്ന കാരണം ബ്ലീഡിങ് കൂടുതൽ ഉണ്ടാക്കാം, ചെറിയ സൈസ് ആണെങ്കിൽ പോലും. പക്ഷെ ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാം, അതായത് പ്രഗ്നൻസി ആവാതിരിക്കുക. കാരണം കുഞ്ഞ് വന്ന് ഈ ഭാഗത്ത് അറ്റാച്ച് ചെയ്ത് വളരാൻ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മാസ് അവിടെ ഇരിക്കുന്ന കാരണം അതിന് അറ്റാച്ച് ചെയ്യാൻ പറ്റിയ ഒരു എൻവയോൺമെന്റ് ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാം. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള അബോർഷൻസും ഉണ്ടാവാൻ ഒരു കാരണമാവുന്നത്. ഈ രീതിയിലാണ് ഇങ്ങനത്തെ ഫൈബ്രോയിഡ്സ് നമുക്ക് പ്രശ്നക്കാരാവുന്നത്. ഇത് 2 ഫൈബ്രോയിഡിനും നമുക്ക് പീരീഡ് സമയത്തുള്ള പെയിൻ കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ഒരു ടൈപ്പ് ഫൈബ്രോയിഡ് ഉള്ളതാണ് സബ് സിയറസ് ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സബ് സിയറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസിന്റെ പുറമെയാണ് ഇത് ഉണ്ടാവുക. യൂട്രസിന്റെ പുറമെ ഒരു വലിയ മുഴ പോലെ ഇരിക്കും. പക്ഷേ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ അകംഭാഗവുമായിട്ട് ബന്ധമില്ലാത്ത കാരണം ഇത് ബ്ലീഡിങ് പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പീരീഡ് സമയത്ത് വേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷെ ഇത് ഇവിടെ ഇരുന്ന് വളർന്ന് ചിലപ്പോൾ ഒരു മുഴ പോലെ രൂപപ്പെട്ടേക്കാം. അങ്ങനെയുള്ളവരാണ് പൊതുവെ എന്താണ് വയറ് വീർത്ത് വരുന്നത്. അപ്പം അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ അങ്ങനത്തെ പ്രശ്നമായിട്ട് വരുന്നവര് പൊതുവെ ഈ യൂട്രസിന്റെ സർഫസിൽ വളരുന്ന മുഴകൾ, അതായത് സബ്സിയറസ് ഫൈബ്രോയിഡ്സ് ഉള്ളവരായിരിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്രസിന്റെ താഴ്ഭാഗത്തേക്കാണ് ഈ മുഴകൾ വളരുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ മൂത്രം പോകാനുള്ള തടസ്സം, അതുപോലെ തന്നെ മോഷൻ പാസ് ചെയ്യാനുള്ള തടസ്സം, അപ്പൊ ആ രീതിയിലൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇത് ഈ ഫൈബ്രോയിഡ്സുകൾ എവിടെയാണ് ഇരിക്കുന്നതെന്നും അതിന്റെ സൈസ് എത്രയാണെന്നും അതുപോലെ ഏത് ടൈപ്പ് ഫൈബ്രോയിഡ് ആണെന്നും എല്ലാത്തിനെ ആശ്രയിച്ചിരിക്കും അതുണ്ടാക്കുന്ന ശല്യങ്ങൾ. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സബ് മ്യൂക്കസ് ഫൈബ്രോയിഡ്, അതായത് യൂട്രസിന്റെ ക്യാവിറ്റിക്ക് അകത്തോട്ട് ഭിത്തിക്ക് അകത്തോട്ട് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ അതിന്റെ ചികിത്സ നമുക്ക് ഹിസ്റ്റോസ്കോപ്പി വഴി, അതായത് യൂട്രസിനകത്തോട്ട് ഒരു സ്കോപ്പ് കയറ്റിയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. പുറമേ ഉള്ള ഫൈബ്രോയിഡ്സുകളാണെങ്കിൽ
നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുകയോ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. അപ്പോൾ ഇത് ചികിത്സയും ഇതിന്റെ ലക്ഷണങ്ങളും എല്ലാം ഏത് തരത്തിലുള്ള ഫൈബ്രോയിഡ്സ് ആണ് എന്നുള്ളതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് പല തരത്തിലുള്ള ഫൈബ്രോയിഡ്സിനെ പറ്റി. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, തന്നെ ഇത് വറ്റിപ്പോവാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ, മുഴകൾ തന്നെ വറ്റിപ്പോവോ എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ചെറിയ സൈസിലുള്ള മുഴകൾ, അതായത് ഒരു 4 സെന്റിമീറ്റർ, ഒരു 5 സെന്റിമീറ്ററിനകത്തുള്ള മുഴകളാണെങ്കിൽ അത് വേറെ ശല്യമൊന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാസക്കുളി നിന്ന് കഴിയുമ്പോൾ യൂഷ്വലി നമ്മുടെ ഹോർമോൺസ് ഒക്കെ കുറയുന്നതനുസരിച്ച് അത് ചൊട്ടിപ്പോവാനാണ് സാധ്യത. പിന്നെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ഇഷ്യൂ ആണ് പ്രഗ്നൻസിയെ പറ്റി. അതായത് എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് ഡോക്ടറെ, അപ്പോൾ പ്രഗ്നന്റ് ആവുന്നതിൽ എന്തെങ്കിലും ഇഷ്യൂ വരുമോ? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂട്രസിന്റെ ഭിത്തിക്ക് അകത്തോട്ടിരിക്കുന്ന സബ്മ്യൂക്കസ് ടൈപ്പ് ഫൈബ്രോയിഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രഗ്നൻസി ആവാതിരിക്കാനും അലസി പോവാനും ഒക്കെ ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ആദ്യത്തെ ഒരു തവണ ഇതുപോലെ അബോർഷനൊക്കെ ആയി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അതാണ് പ്രഗ്നൻസി ആയിട്ട് ഇതിന്റെ ബന്ധം എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് അബോർഷൻസ് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ് ഫൈബ്രോയിഡ്സ്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പിന്നെ പൊതുവെ ഫൈബ്രോയിഡ്സോടുകൂടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസിയുടെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ചിലർക്ക് ഇതുപോലെ വയറുവേദന, അതിനകത്ത് കുറച്ച് ഡീജനറേഷൻ നമ്മൾ പറയും, കുറച്ച് ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്, ചെറിയ വയറുവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ പ്രസവശേഷം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ബ്ലീഡിങ് സാധാരണ ആൾക്കാരിലും കുറച്ച് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. കാരണം ഈ യൂട്രസിന്റെ ഭിത്തിയിലൊക്കെ ഇരിക്കുന്ന മുഴകളാണെങ്കിൽ നമുക്ക് ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് ചുരുങ്ങണമല്ലോ. അപ്പൊ അങ്ങനെ ചുരുങ്ങിയാലേ നമുക്ക് ബ്ലീഡിങ് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ മുഴ ഇടയ്ക്കിരിക്കുന്ന കാരണം യൂട്രസിന് പ്രോപ്പറായിട്ട് ചുരുങ്ങാൻ പറ്റാതെ വരികയും ബ്ലീഡിങ് കൂടാനും ഒരു സാധ്യത നമ്മൾ കാണാറുണ്ട്. നമ്മൾ PPH എന്ന് പറയും, പോസ്റ്റ്പാർട്ടം ഹെമറേജ് എന്ന് പറയും. അപ്പൊ അതിന് ഒരു കാരണം കൂടിയാണ് ഫൈബ്രോയിഡ്സ്. അപ്പൊ ഫൈബ്രോയിഡ് ഒക്കെ ഉള്ളവരെ തീർച്ചയായിട്ടും അവരുടെ രക്തത്തിന്റെ അളവ്, ഹിമോഗ്ലോബിന്റെ ലെവലൊക്കെ കറക്റ്റ് ആക്കി തന്നെ വെക്കുക പ്രഗ്നൻസി ടൈമിൽ. അപ്പൊ അതാണ് പ്രഗ്നൻസി ഫൈബ്രോയിഡും ആയിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, നമുക്ക് എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ 1-2 പേർക്ക് ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ട്, അപ്പം എനിക്കും വരാൻ ചാൻസ് ഉണ്ടല്ലോ. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ജനറ്റിക് ആയിട്ടുള്ള ഒരു ഫാക്ടർ എപ്പോഴും ഉണ്ട്. അപ്പൊ വരാതിരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സിന് ഞാൻ ഓൾറെഡി പറഞ്ഞു. തടി ഒത്തിരി കൂടുതലുള്ളവരില്ല, BMI ഒത്തിരി ഹൈ ആയിട്ടുള്ളവരിൽ വരാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് BMI ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറ്റിൽ കൂടുതലായിട്ട് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഫൈബ്രോയിഡ്സ് വരുന്നത് തടയാനും അതുപോലെ തന്നെ സൈസ് കൂടുന്നത് പ്രിവെന്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ് പോലെയുള്ള ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക. ഫാസ്റ്റ് ഫുഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ മാക്സിമം കുറയ്ക്കുക. എക്സസൈസ് പ്രോപ്പർ ആയിട്ട് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ചെയ്താൽ നമുക്കൊരു പരിധി വരെ ഫൈബ്രോയിഡ്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓൾറെഡി ചെറിയ സൈസുള്ള ഫൈബ്രോയിഡ്സ് ഉള്ളവരാണെങ്കിൽ അവരിൽ സൈസ് കൂടാതിരിക്കാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് ഫൈബ്രോയിഡ്സ് കണ്ടുപിടിച്ചു, ചെറിയ സൈസേ ഉള്ളൂ, 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ, വേറെ അതുകൊണ്ട് നമുക്ക് യാതൊരു ശല്യവും ഇല്ല, ബ്ലീഡിങ്ങോ പെയിനോ അല്ലെങ്കിൽ വേറെ പ്രഷറിന്റെ ഇഫക്റ്റുകളോ ഒന്നുമേ ഇല്ല. അപ്പൊ അതിന് ചികിത്സ വേണോ? ശരിക്കും പറഞ്ഞാൽ ഒരു ശല്യവും ഉണ്ടാക്കാത്ത ഒരു 5 സെന്റിമീറ്റർ താഴെയുള്ള ചെറിയ മുഴകളാണ് ഫൈബ്രോയിഡ്സ് എന്നുണ്ടെങ്കിൽ, ആ രീതിയിലുള്ള മുഴകൾ മാത്രമേ നിങ്ങൾക്ക് ഉള്ളൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫോളോ അപ്പ് മതിയാവും. ഫോളോ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോഴെങ്കിലും സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1% സാധ്യത നമുക്ക് എപ്പോഴും അത് ക്യാൻസർ ആയിട്ട് മാറാനുണ്ട്. അപ്പോൾ ഇതിന്റെ സൈസ് ഒത്തിരി കൂടുന്നു. അതായത് നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ 1 സെന്റിമീറ്റർ, ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സൈസ് കൂടുന്ന രീതിയിലുള്ള ഫൈബ്രോയിഡ് ആണത്. അതിന് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത ചെറിയ സൈസ് വ്യത്യാസമേ ഉള്ളൂ, 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്ററേ ആവുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 3 സെന്റിമീറ്ററേ ആവുന്നുള്ളൂ 1 വർഷം കൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ ക്യാൻസർ ഒക്കെ ആവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം വർഷാവർഷം നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇനി ഇത് നമുക്ക് ശല്യം ഉണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ബ്ലീഡിങ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ പീരിയഡ് സമയത്ത് ശക്തിയായിട്ടുള്ള വേദന ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യൂട്രസിന്റെ ഭിത്തിക്ക് അകത്തേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ നമുക്ക് അബോർഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് എടുത്തേ പറ്റുള്ളൂ. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും 2 തരത്തിലാണ്, എല്ലാ കാര്യങ്ങൾക്കും എന്നുള്ള പോലെ. മെഡിക്കലി ട്രീറ്റ്മെന്റ് ഉണ്ട്,
സർജിക്കലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിൽ മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള മരുന്നുകൾ, ഗുളികകളായിക്കോട്ടെ ഇഞ്ചക്ഷൻ ആയിക്കോട്ടെ എല്ലാം അവൈലബിൾ ആണ്. പക്ഷെ ഇതൊക്കെ മെഡിക്കലി നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സെന്റിമീറ്ററിൽ താഴെയുള്ള മുഴകളാണ് പൊതുവേ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊണ്ട് കുറച്ചെങ്കിലും ഒരു വ്യത്യാസം വരുന്നത്. പക്ഷെ 5 സെന്റിമീറ്റർ എന്നുള്ളത് മെഡിസിൻ കഴിച്ചുകൊണ്ട് ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം മെഡിസിൻ കഴിച്ചുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്രത്യക്ഷമാവുന്നല്ല. സൈസ് കുറച്ച് കുറയ്ക്കാനും അതുകൊണ്ടുള്ള ബ്ലീഡിങ്ങും ബാക്കി ബുദ്ധിമുട്ടുകളും ഒക്കെ കുറയ്ക്കാനും ഒന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ ചെറിയ ഫൈബ്രോയിഡ്സ് ഉണ്ടാവും 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ഒക്കെ. അപ്പൊ അതിന്റെ നമുക്ക് സൈസ് ഇനിയും കുറച്ചിട്ട് കാര്യമില്ല, സൈസ് കുറയ്ക്കാനും പറ്റൂല അത്ര ചെറുതായതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മെഡിസിൻസ് എടുത്ത് ആ രീതിയിൽ പോകാനായിട്ട് സാധിക്കും. ചില ആൾക്കാർക്ക് ഈ 5 സെന്റിമീറ്ററിന് മേളിലുള്ള ഫൈബ്രോയിഡുകളായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെന്റ് നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അതർ ഓപ്ഷൻസിലേക്ക് പോകേണ്ടി വരും. അതർ ഓപ്ഷൻസ് എന്ന് വെച്ചാൽ യൂഷ്വലി സർജിക്കൽ മാനേജ്മെന്റ് നമ്മൾ പറയുന്നത് 2 രീതിയിലാവാം. ഒന്ന്, നമ്മൾ ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ആയി, ഓൾറെഡി കുട്ടികളുണ്ട്, പ്രസവമൊക്കെ നിർത്തി, ഇനി കുഞ്ഞുങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നില്ല, ഒരു 45 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളാണ്, അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്രസ് തന്നെ റിമൂവ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബ്രോയിഡ്സിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു 2 ഫൈബ്രോയിഡ്സ് ഉണ്ട്, അത് മാത്രം നമ്മൾ സർജറി ചെയ്ത് റിമൂവ് ചെയ്യാന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ മയോമെക്ടമി എന്നാണ് പറയുന്നത്. അതാണ് വേറൊരു ഓപ്ഷൻ. അങ്ങനെ റിമൂവ് ചെയ്താലും പിന്നെയും ചിലപ്പോൾ ഒരു 5 കൊല്ലം അല്ലെങ്കിൽ 6 കൊല്ലം കഴിയുമ്പോൾ പിന്നെയും ഫൈബ്രോയിഡ്സ് വളരാൻ ഒരു സാധ്യതയുണ്ട്. ഫൈബ്രോയിഡ്സ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ടൈപ്പ് മുഴകളാണ്. അപ്പോൾ ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞിട്ടും സ്റ്റിൽ ഇങ്ങനെ ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രസോടെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, ഫാമിലി കംപ്ലീറ്റഡ് ആണെങ്കിൽ. ഇനി അല്ല, നമ്മൾ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞും കൂടി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മയോമെക്ടമി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. മയോമെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ യൂട്രസിൽ നിന്ന് ഫൈബ്രോയിഡ്സിനെ മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്നത്. ഈ 2 പ്രൊസീജിയർ ആണെങ്കിലും നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്ന്, വയറ് തുറന്നിട്ടുള്ള ഓപ്പൺ സർജറി ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്യാം. ലാപ്രോസ്കോപ്പി എന്ന് വെച്ചാൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ നമ്മൾ പറയും. അതായത് ചെറിയ മുറിവുകൾ, 1 സെന്റിമീറ്റർ അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ ഉള്ള മുറിവുകൾ വയറിൽ ഉണ്ടാക്കിയിട്ട് അതുവഴി നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്നതിനാണ്. ഇപ്പം യൂട്രസ് റിമൂവ് ചെയ്യാനും നമുക്ക് പ്രയോജനപ്പെടാം, അതുപോലെ തന്നെ മയോമെക്ടമി അതായത് ഫൈബ്രോയിഡ് മാത്രം റിമൂവ് ചെയ്യാനും നമുക്ക് യൂസ്ഫുൾ ആണത്. അപ്പോൾ ആ രീതിയിലാണ് സർജറി എന്നുള്ള മാനേജ്മെന്റ് പോകും. പിന്നെ പുതിയതായിട്ട് വന്നിട്ടുള്ള 1-2 ടെക്നിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ നമ്മൾ പറയും. അതായത് ഇതുപോലെ ഫാമിലി ഒക്കെ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ആൾക്കാണെങ്കിൽ യൂട്രസിലേക്കുള്ള രക്തയോട്ടം കുറച്ച് കട്ട് ഓഫ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യൂട്രസിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫൈബ്രോയിഡ്സ് ചുരുങ്ങും. പക്ഷെ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കണം എന്നില്ല. ഏകദേശം ഒരു 50-50 ചാൻസ് എന്നൊക്കെ പറയാം. അത് തന്നെ ചെറിയ ഫൈബ്രോയിഡ്സ്, അതായത് ഒരു 3-4 സെന്റിമീറ്റർ ഉള്ള ഫൈബ്രോയിഡ്സ് ആണെങ്കിൽ മാത്രമേ അതിന് ഒരു 50% മുതൽ ഒരു 70% എങ്കിലും ഒരു ഇഫക്റ്റ് ഉണ്ടാവുള്ളൂ. അതിലും ഒത്തിരി സൈസ് കൂടിയിട്ടുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ കൊണ്ട് വലിയൊരു പ്രയോജനം ഇല്ല. പിന്നെ ഒരു പുതിയ ടെക്നിക്കാണ് ഹൈഫു എന്ന് പറയുന്നത്, ഹൈ ഇന്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് എന്ന് പറയും. അത് ഈ പറയുന്ന പോലെ അൾട്രാസൗണ്ടിന്റെ പോലെയുള്ള വേവ്സ് ഉപയോഗിച്ച് ഫൈബ്രോയിഡിന്റെ സൈസിനെ ചുരുക്കാൻ നമ്മൾ ശ്രമിക്കുന്നതാണ്. അപ്പൊ ഈ സർജറി ഒഴിച്ച് ബാക്കി എന്ത് മെത്തേഡ് ആണെങ്കിലും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഫൈബ്രോയിഡിനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കില്ല. സൈസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ തൽക്കാലം ഉള്ള ബ്ലീഡിങ് ഒക്കെ കുറയ്ക്കാനോ സാധിക്കുകയുള്ളൂ. ഫൈനൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതിന്റെ കാരണം, നമുക്ക് ബ്ലീഡിങ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പെയിൻ ഉണ്ടാക്കുന്നതായിട്ടുള്ള കാരണം എന്താണ്, ഫൈബ്രോയിഡ്, അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇത്തിരി ഏജ്ഡ് ആയിട്ടുള്ളവരിൽ ഇപ്പൊ 45-50 ഒക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി ചിലർക്ക് സംശയം ഉണ്ടാവും, ഞാനിപ്പോ ഫോളോ അപ്പിൽ ഇരിക്കുന്ന ഒരാളാണ്, ഇതുപോലെ വർഷാവർഷം സ്കാൻ ചെയ്ത് നോക്കുന്നു, വലിയ സൈസ് കൂടുതലൊന്നും വരുന്നില്ല, ജസ്റ്റ് ഒരു 1.5 അല്ലെങ്കിൽ ഒരു 2 സെന്റിമീറ്ററെ കഴിഞ്ഞ ഒരു 3-4 കൊല്ലത്തിനിടയ്ക്ക് സൈസ് കൂടിയിട്ടുള്ളൂ. പക്ഷെ എപ്പോഴാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടത്? നേരത്തെ പറഞ്ഞ പോലെ ബ്ലീഡിങ് അമിതമായിട്ട് വരിക, അതായത് ഒരു 7 ദിവസത്തിൽ കൂടുതൽ പീരീഡ്സ് നീണ്ടു നിൽക്കുക, അതുപോലെ ഒരു ദിവസം 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു 4 വലിയ പാഡിൽ കൂടുതൽ ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് ക്ലോട്ട് പോലെ ബ്ലീഡിങ് പോവുക. അപ്പൊ ഇതൊക്കെ ബ്ലീഡിങ് കൂടുന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫോളോ അപ്പിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ബ്ലീഡിങ് കൂടുതലുള്ളതിന്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ വരികയോ അല്ലെങ്കിൽ രക്തം അമിതമായിട്ട് കുറഞ്ഞു പോവുകയോ ചെയ്യുക, അതായത് തളർച്ചയോ ക്ഷീണോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മൾ ഹീമോഗ്ലോബിന്റെ ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ തീരെ കുറവ്, ഹീമോഗ്ലോബിന്റെ നോർമൽ ലെവല് ഒരു 12-14 ആണ് വേണ്ടത്. അപ്പൊ അതിലും ഒത്തിരി കുറവ്.
കാരണം അങ്ങനെ ആൾക്കാർ വരാറുണ്ട്. ഇതുപോലെ ഫോളോ അപ്പിൽ ഇരിക്കും, യൂഷ്വലി പ്രശ്നമൊന്നും കാണൂല, പക്ഷെ ഒരു 2-3 മാസം ഇതുപോലെ ബ്ലീഡിങ് കൂടും. അത് ഫൈബ്രോയിഡിന്റെ സൈസ് കൂടുന്നതിന്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വന്നിട്ട് രക്തത്തിന്റെ അളവ് നോക്കുമ്പോൾ ഇതുപോലെ 6, 8 അപ്പൊ ആ രീതിയിൽ ഹീമോഗ്ലോബിന്റെ ലെവൽ വരുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഓക്കെ ഇനി 1 വർഷം കഴിയട്ടെ അല്ലെങ്കിൽ 6 മാസം കഴിയട്ടെ സ്കാൻ ചെയ്യാന്ന് പറഞ്ഞ് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. തീർച്ചയായിട്ടും അവർ ഉടനടി ഡോക്ടറെ കാണണം. അപ്പൊ ഇതൊക്കെയാണ് ഫൈബ്രോയിഡ്സിനെ പറ്റി ജനറലി എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോ ഫൈബ്രോയിഡ്സിനെ പറ്റി നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലെ സിമിലർ ഫൈബ്രോയിഡ്സ് ആയിട്ട് ബുദ്ധിമുട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര പ്രശ്നമാണോ എന്നൊക്കെ ടെൻഷൻ അടിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, ഞാൻ എന്തെങ്കിലും കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യാം. വിമൻസ് ഹെൽത്ത് അതുപോലെ തന്നെ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെയൊക്കെ പറ്റി സംസാരിക്കുന്ന ഒരു ചാനലാണ് നമ്മുടേത്. ഇങ്ങനെയുള്ള ടോപ്പിക്സ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി.